നമുക്ക് ചുരിദാറിന്റെ അടുത്ത് വരികയാണ്. നമ്മുടെ ഫസ്റ്റ് വൺ വരുന്നത് ഇതാണ്. ഇത് കോട്ട ഫാബ്രിക്, അതായത് ചെക്ക് കോട്ട ഫാബ്രിക്കിൽ വൈറ്റ് കോമ്പിനേഷൻ കൊടുത്തിരിക്കുന്ന മോഡലാണ്. ഈ ഒരു ടൈപ്പ് നമുക്ക് ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ മിക്കതിന് നമുക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്തായാലും എടുത്തും തയ്ച്ചാലോ എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന ആ ടൈപ്പ് കളേഴ്സും ഡിസൈനുമാണ്. ചിക്കൻ വർക്കിന്റെ അതേ പാറ്റേണിൽ തന്നെയാണ് നമുക്ക് ഇത് യോക്ക് പോർഷനിൽ എംബ്രോയിഡറി ചെയ്തേക്കുന്നത്. ദുപ്പട്ട പ്യോർ ഷിഫോൺ, ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയലാണ്. പിന്നെ ബോർഡറിലെ ക്രോഷ്യയുടെ ലേസ് വർക്ക്. ഈ ഒരു ടൈപ്പ് മോഡൽ ഞാൻ നേരത്തെ കാണിച്ചിരുന്നു, പക്ഷേ വർക്കെല്ലാം ഡിഫറെൻ്റ് ആയിരുന്നു കേട്ടോ. ഏകദേശം ക്രോഷ്യയുടെ ആ ഒരു മോഡലൊക്കെ ഏകദേശം ഈ ഒരു ദുപ്പട്ടയിൽ മാത്രം സെയിം ആയിരുന്നു, ബാക്കിയെല്ലാം ഡിഫറെൻ്റ് ആയിരുന്നു. കളർ ചാർട്ടും ഡിഫറെൻ്റ് ആയിരുന്നു. ഇന്നത്തെ എല്ലാ ഷെയ്ഡ്സും നല്ല കേട്ടോ. ഞാൻ ലാസ്റ്റ് ടൈം കാണിച്ചപ്പോൾ ഇങ്ങനത്തെ മോഡൽ വന്ന് അതിൻ്റെയും കളേഴ്സ് എല്ലാം ഭയങ്കര ബ്യൂട്ടിഫുൾ കളേഴ്സ് ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്തും നിങ്ങൾക്ക് ആദ്യത്തെ കളർ കണ്ടപ്പോൾ മനസ്സിലായില്ലേ, എല്ലാ ഷെയ്ഡ്സും നല്ലതാണ്. ഇതൊരു നല്ല ലൈറ്റ് ലാവൻഡർ ഷെയ്ഡാണ്. ഇതിൻ്റെ അകത്ത് വൈറ്റ് കോമ്പിനേഷൻ ആണ് കൊടുത്തേക്കുന്നത്. എന്തായാലും ഇഷ്ടപ്പെടും, നിങ്ങൾ തയ്ച്ചിട്ട് നോക്കിയോ, അത്രയും ഭംഗിയായിരിക്കും. നിങ്ങളെ കാണാൻ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലുള്ള ഐറ്റമാണ്. വൈറ്റുടെ കോമ്പിനേഷൻ ആയതുകൊണ്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. പിന്നെ ഇപ്പോഴത്തെ ഒരു ക്രിസ്മസ് ടൈമിലൊക്കെ യൂസ് ചെയ്യാൻ നല്ല കേട്ടോ. ഇതിൻ്റെ ബോട്ടം വരുന്നത് സെയിം തന്നെ ആ ഒരു കളറിൽ തന്നെയാണ് കേട്ടോ. ബോട്ടം വൈറ്റ് അല്ല, ഈ സെയിം ഷെയ്ഡ് തന്നെയാണ്. സാറ്റിൻ സിൽക്കിന്റെ മെറ്റീരിയലാണ്. വാഷ് ചെയ്യാനൊന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്പർ W598, റേറ്റ് 1250 1256. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലൂ കളറാണ്. എല്ലാം ഞാൻ പറഞ്ഞില്ലേ, കളേഴ്സ് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾ നോക്കിയോ, അതിൻ്റെതായ ഒരു ഭംഗിയുണ്ട്. വെക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. ഇതിൻ്റെ മെയിൻ ആയിട്ട് എനിക്ക് തോന്നുന്നു ആ ക്രോഷ്യയുടെ ലേസ് വർക്കിന്റെ ആ ഒരു ഇതും പിന്നെ ആ കളറിന്റെ ഒരു എടുപ്പാണ് കേട്ടോ. ഇതാണ് ലേസ് വർക്ക് വരുന്നത്. ഭയങ്കര ഫിനിഷിംഗ് ഉള്ള ഒരു ലേസ് വർക്ക്. 4 സൈഡിലും ഉണ്ട് കേട്ടോ, നല്ല ലെങ്ത്തും ഉണ്ട്. ബോർഡറിന് ആ ഒരു ബ്ലൂ കളർ വെച്ചിട്ട് പിന്നെ അതിന്റെ ഒരു ക്രോഷ്യ ലേസ് വർക്ക് നല്ല വീതിയായിട്ട് തന്നെ ഇപ്പോൾ നമുക്ക് കിട്ടും. അകത്തോട്ട് മൊത്തത്തിൽ ബ്രഷ് പെയിന്റ് ആണ് ചെയ്തേക്കുന്നത്. ടോപ്പിന്റെ ഫ്രണ്ട് പോർഷൻ ഫുൾ എംബ്രോയിഡറി ആണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഫിനിഷിംഗ് ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ബോട്ടം സെയിം കളർ തന്നെ. ഇതിന്റെ നമ്പർ W603, റേറ്റ് 1250. ലാസ്റ്റ് കളർ ഗ്രീൻ ആണ്. ഈ ഗ്രീൻ കളറും നല്ലതാട്ടോ. കമ്പയർ ചെയ്യുമ്പോഴത്തേനും നമുക്ക് കുറച്ച് മറ്റേ ഷെയ്ഡ്സ് ആയിരിക്കും ഇഷ്ടപ്പെടുന്നത്, പക്ഷേ ഈ ഗ്രീൻ ഭയങ്കര വെറൈറ്റി ആയിട്ട് നിൽക്കും. നല്ല ഒരുപാട് അങ്ങനെ ഓവർ കളറും അല്ല, എന്നാൽ തീരെ ലൈറ്റും അല്ല, നല്ലൊരു ഷെയ്ഡാണ്. അതിൻ്റെ അകത്തും സെയിം തന്നെ. അതിൻ്റെ അകത്ത് ആ ഒരു ഹൈലൈറ്റ് ചെയ്തിട്ട് ചെറുതായിട്ട് ഒരു ബ്ലൂ കോമ്പിനേഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ആയിരിക്കാം അതിൻ്റെ ഒരു ഭംഗിക്കൂടിലൊക്കെ വരുന്നത്. നല്ല സോഫ്റ്റ് ഫാബ്രിക് ആണ്. പ്യുവർ ഷിഫോൺ ആട്ടോ ഇതിൻ്റെ സെൻറ്ററിൽ യൂസ് ചെയ്തേക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പ്യുവർ ഷിഫോൺ ഫാബ്രിക് ആണ്. അതിന് ബോർഡറും കൂടെ വരുന്നതുകൊണ്ട് നോർമൽ ഷിഫോൺ കിടക്കുന്നത് ഭയങ്കര അങ്ങോട്ട് ഒട്ടിക്കിടക്കത്തുമില്ല. ഇതിൻ്റെ ആ ഒരു എടുപ്പ് കൊണ്ട് അത്യാവശ്യം നമുക്കൊരു വീതിയുള്ള ബോർഡർ കൂടെ വന്നേക്കുന്നതുകൊണ്ട് നന്നായിട്ട് തന്നെ കിടന്നോളും. ബോട്ടം സെയിം ഗ്രീൻ ഷെയ്ഡ് തന്നെയാണ് കേട്ടോ. നമ്പർ W596, റേറ്റ് 1250.